പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ക്ലാസ് 7ൻ്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ CBSE ഈ പ്രാവശ്യം കുറേ പോർഷൻസ് റെഡ്യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് CBSE ഇറക്കിയിട്ടുണ്ട്. അത് കിട്ടാത്തവർക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഇതിനകത്ത് കുറേ എക്സസൈസുകളുടെയൊക്കെ നമ്പർ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റമുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം തന്നെയാണ്. എക്സസൈസുകളുടെ നമ്പറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിട്ട വീഡിയോസിൽ പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തമ്പനയിൽ മാറ്റി പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോസിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള തമ്പനയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതേപോലെ പ്ലേലിസ്റ്റിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള റെഡ്യൂസ് ചെയ്ത പോർഷൻസിൻ്റെ വീഡിയോസ് ഞാൻ മാറ്റുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പഴയ ടെക്സ്റ്റ് ബുക്കിൽ 15 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് 13 ചാപ്റ്റേഴ്സേ ഉള്ളൂ. കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. 7th ചാപ്റ്റർ. 10th ചാപ്റ്ററായ പ്രാക്ടിക്കൽ ജോമെട്രി ഡിലീറ്റഡ് ആണ്. ഇപ്പോൾ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് പഴയതിൽ 8th ചാപ്റ്റർ ആയിരുന്നു. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് 7 ആവും. 9th ചാപ്റ്റർ 8 ആയിട്ട് മാറും. അങ്ങനെ 13 ചാപ്റ്റേഴ്സാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സിൽ ഈ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള പേജുകളെല്ലാം ഡിലീറ്റഡ് ആണ്. എക്സസൈസ് 1.1 ഡിലീറ്റഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് തൊട്ടാണ് പഠിക്കാനുള്ളത്. ഈ പോർഷൻസ് തൊട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 1.1 ആണ് ഈ എക്സസൈസ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ 1.2, അത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 1.1 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേപോലെ എക്സാമ്പിളുകളുടെ ഒക്കെ നമ്പേഴ്സ് മാറിയിട്ടുണ്ടാവും. അതേപോലെ ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ ഡിലീറ്റഡ് ആയിട്ടുള്ളത് ഈ മേക്കിംഗ് മൾട്ടിപ്ലിക്കേഷൻ ഈസിയർ എന്നുള്ള ഈ പോർഷൻ ഡിലീറ്റഡ് ആണ്. ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഈ പേജ് ഡിലീറ്റഡ് ആണ്. എക്സസൈസ് 1.3 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 1.2 ആയിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ എക്സാമ്പിളുകൾക്കൊക്കെ നമ്പേഴ്സിന് മാറ്റമുണ്ട് കേട്ടോ. എക്സാമ്പിൾ 6 ഇവിടെ 2 ആണ്. എക്സാമ്പിൾ 7 3 ആണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. എക്സാമ്പിൾ 1.4 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 1.3 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അടുത്തത് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ. ഫ്രാക്ഷൻ ആൻഡ് ഡെസിമലിലും ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേജ്, ഈ പേജ് എക്സസൈസ് 2.1 ഡിലീറ്റഡ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ തൊട്ടേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. എക്സസൈസ് 2.2 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 2.1 ആണ്. 2.3 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 2.2 ആണ്. പിന്നെ നമുക്ക് 2.4 2.3 ആണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഈ പോർഷൻസ് ഡിലീറ്റഡ് ആണ്. എക്സസൈസ് 2.5 ഡിലീറ്റഡ് ആണ്. പിന്നെ നമുക്ക് ഈ പോർഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. 2.4 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 2.6 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 2.4 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എക്സസൈസിൻ്റെ നമ്പേഴ്സിൽ വ്യത്യാസം കാണും. അപ്പോൾ അത് തമ്പനയിൽ മാറ്റി കൊടുക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. എക്സസൈസ് 2.7 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 2.5 ആണ്. അടുത്തത് ഡേറ്റ ഹാൻഡ്ലിംഗ്. ഡേറ്റ ഹാൻഡ്ലിങ്ങിൽ ഈ ഫസ്റ്റ് പോർഷൻസ് ഒക്കെ ഡിലീറ്റഡ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റെപ്രസെൻറ്റേറ്റീവ് വാല്യൂസ് തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി ഇങ്ങോട്ടുള്ള പോർഷൻസ് ഒക്കെ പഠിക്കാനുള്ളതാണ്. ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി തൊട്ട് ഡിലീറ്റഡ് ആണ്. എക്സസൈസ് 3.4 ഡിലീറ്റഡ് ആണ്. അടുത്ത സിമ്പിൾ ഇക്വേഷൻസ്. സിമ്പിൾ ഇക്വേഷനകത്ത് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ആണ്. അതിനകത്ത് ഡിലീറ്റഡ് ആയിട്ടുള്ളത് പേജ് നമ്പർ 88 ഫ്രം സൊല്യൂഷൻ ടു ഇക്വേഷൻ എന്നുള്ള പോർഷൻസ് ഡിലീറ്റഡ് ആണ്. എക്സസൈസ് 4.3 ഡിലീറ്റഡ് ആണ്. ബാക്കിയുള്ളതൊക്കെ പഠിക്കാനുള്ളതാണ്. അടുത്തത് ലൈൻസ് ആൻഡ് ആംഗിൾസ് 5th ചാപ്റ്ററിൽ. ഇതിനകത്ത് അഡ്ജസൻറ്റ് ആംഗിൾസ് ഡിലീറ്റഡ് ആണ്. ലീനിയർ പെയർ ഡിലീറ്റഡ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഡിലീറ്റഡ് ആണ്. ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഡിലീറ്റഡ് ആണ്. പിന്നെ എക്സസൈസ് 5.1 9, 10, 11, 12 ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണ്.
അപ്പോൾ 13th ക്വസ്റ്റ്യൻ 9 ആയിട്ട് വരും, 14th ക്വസ്റ്റ്യൻ 10 ആയിട്ട് വരും. ഇത്രയും പോർഷൻസ് ഈ ചാപ്റ്ററിൽ ഡിലീറ്റഡ് ആണ്. അടുത്തത് ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇതിനകത്ത് ഡിലീറ്റഡ് ആയിട്ടുള്ളത് ഇതിനകത്ത് ഡിലീറ്റഡ് പോർഷൻ ഇല്ല. ഈ ചാപ്റ്റർ ഫുള്ള് നമ്മൾ പഠിക്കണം. അടുത്ത 7th ചാപ്റ്ററായ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് ഫുള്ള് ഡിലീറ്റഡ് ചാപ്റ്ററാണ്. ഇതിനകത്തൊന്നും നമുക്കൊന്നും പഠിക്കാനില്ല. ഇത് ഫുള്ള് ഡിലീറ്റഡ് ആണ്. അടുത്ത 8th ചാപ്റ്ററായ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 7th ചാപ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് പേജുകളൊക്കെ ഡിലീറ്റഡ് ആണ്. 8.1 ഡിലീറ്റഡ് ആണ്. പെർസെൻറ്റേജ് അനദർ വേ ഓഫ് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് അവിടെ തൊട്ടാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡിലീറ്റഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ എക്സാമ്പിളുകളുടെയൊക്കെ നമ്പറിന് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വന്നിട്ടുണ്ട്. എക്സസൈസ് 8.2 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 7.1 ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ 8.3 7.2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയുമാണ് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അടുത്തത് റാഷണൽ നമ്പർ. അത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ നമ്പർ 9 ആണ്, പുതിയതിൽ അത് 8 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് ഡിലീറ്റഡ് ആയിട്ടുള്ളത് ഇവിടെ ഒന്നും ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഇല്ല. 9.2 8.2 ആയിട്ട് മാറിയിട്ടുണ്ട്. 9.1 8.1 ആയിട്ട് മാറിയിട്ടുണ്ട്. 9.2 8.2 ആയിട്ടും മാറിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ ജോമെട്രി ഫുൾ ഡിലീറ്റഡ് ചാപ്റ്ററാണ്. അടുത്തത് പെരിമീറ്റർ ആൻഡ് ഏരിയ. അത് 11th ചാപ്റ്ററാണ്. അത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 9 ആയിട്ട് മാറിയിട്ടുണ്ട്. 9th ചാപ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഈ പേജുകളെല്ലാം ഡിലീറ്റഡ് ആണ്. 11.1 ഡിലീറ്റഡ് ആണ്. ഏരിയ ഓഫ് പാരലോഗ്രം തൊട്ടാണ് പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ എക്സാമ്പിളുകളുടെയൊക്കെ നമ്പറുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. 11.2 എക്സസൈസ് 9.1 ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ 11.3 9.2 ആയിട്ട് മാറിയിട്ടുണ്ട്. കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ഡിലീറ്റഡ് ആണ്. 11.4 ഡിലീറ്റഡ് ആണ്. അടുത്തത് ചാപ്റ്റർ നമ്പർ 12 ആൽജിബ്രിക് എക്സ്പ്രഷൻസ്. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 10th ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഡിലീറ്റഡ് ആയിട്ട് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് എന്നുള്ള ഈ പോർഷൻ ഡിലീറ്റഡ് ആണ്. പേജ് നമ്പർ 235. അതേപോലെ എക്സസൈസ് 12.1 10.1 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഡിലീറ്റഡ് ആണ്. 12.2 ഡിലീറ്റഡ് ആണ്. എക്സസൈസ് 12.3 10.2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ പേജ് ഡിലീറ്റഡ് ആണ്. ബാക്കി ഇങ്ങോട്ടുള്ളതെല്ലാം ഡിലീറ്റഡ് ആണ്. അടുത്തത് ചാപ്റ്റർ നമ്പർ 13 എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ചാപ്റ്റർ നമ്പർ 11 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഡിലീറ്റഡ് പോർഷൻസ് ഇല്ല. എല്ലാം നമ്മൾ പഠിക്കണം ഈ ചാപ്റ്ററിനകത്ത്. ചാപ്റ്റർ 13.2 11.2 ആയിട്ട് ഇവിടെ എക്സസൈസ് 13.2 11.2 ആയിട്ട് മാറിയിട്ടുണ്ട്. 13.3 11.3 ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തത് സിമെട്രി. അത് ചാപ്റ്റർ നമ്പർ 14 ആയിരുന്നു. അത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 12 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഡിലീറ്റഡ് പോർഷൻസ് ഇല്ല. ഇത് നമുക്ക് മുഴുവനും നമുക്ക് പഠിക്കണം. വിഷ്വലൈസിങ് സോളിഡ് ഷേപ്പിലും നമുക്ക് മുഴുവൻ എക്സസൈസുകളും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഡിലീറ്റഡ് ആയിട്ടൊന്നും ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പോൾ ഇത്രയും 2 ചാപ്റ്റേഴ്സ് ഫുള്ള് ഡിലീറ്റഡ് ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകളെല്ലാം പഠിക്കണം. ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ ഇതിനകത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുന്നവർക്ക് എൻ്റെ ചാനലിലുള്ള പഴയ പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. വീഡിയോസ് അതേപോലെ തന്നെയുണ്ട്. ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ചും വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ചില ചാപ്റ്റേഴ്സിൻ്റെ നമ്പേഴ്സിന് മാറ്റമുണ്ട്. ഡിലീറ്റഡ് ചാപ്റ്റർ മാറ്റിയിട്ട് അവർ നമ്പർ ഇടുമ്പോൾ മാറ്റമുണ്ട്. പിന്നെ അതേപോലെ എക്സസൈസുകൾക്കും എക്സാമ്പിൾസുകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് പഴയ പ്ലേലിസ്റ്റ് നോക്കി പഠിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസിനൊന്നും മാറ്റമില്ല. സെയിം ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. നമ്പേഴ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് ആ വീഡിയോ നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക്
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.